ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് കാണാം. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്, അതാണ് കാണിക്കുന്നത്. അതുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ്. നല്ല ചൂടാണെങ്കിലും ഇതുമ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ വാടാണ്ട് നിൽക്കും. ഈ ചെടിക്ക് ചൂടിനെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അഡീനിയത്തിന്. അതുകൊണ്ട് തന്നെ ഈ ചെടി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നനച്ചില്ലെങ്കിലും ഈ ചെടി വാടാണ്ട് നിൽക്കും. കുറച്ചധികം ദിവസം അത് വാടാണ്ട് നിൽക്കും. മറ്റു ചെടികളെ അപേക്ഷിച്ച് ഒരുപാട് ദിവസം അതിന് നനയില്ലെങ്കിലും വാടാതിരിക്കാനായിട്ട് അഡീനിയത്തിന് സാധിക്കും. അപ്പോൾ അഡീനിയം വെള്ളം കുറവായിട്ടുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ഇനി ഇവിടെ കാണിക്കുന്ന കണ്ടോ, ഇതുമേ വിത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു 5-6 ചെടികൾ മദർ പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല കാലമായിട്ട് നിൽക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അതുമേ എല്ലാത്തുമേ വിത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ വിത്തിൻ്റെ ഉള്ളിലും 100-ലധികം വിത്തുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നീളത്തിലാണ് അതിൻ്റെ വിത്തുകൾ ഉണ്ടായിരിക്കുക. അപ്പൂപ്പൻ താടി പോലത്തെ വിത്തുകളാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾക്ക് കുഴിച്ചിട്ട് പുതിയ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടാലും ഈ അഡീനിയം നമുക്ക് പിടിച്ചു കിട്ടും. പക്ഷെ തണ്ട് കുഴിച്ചിട്ട് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം കണ്ടോ, നമ്മൾ കമ്പ് മുറിച്ചിട്ട് അഡീനിയം പിടിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ താഴ്ഭാഗത്തിന് കോഡക്സ് എന്നാണ് പറയുന്നത്. ഈ കോഡക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് വീർത്ത് വരില്ല, കാണാൻ വലിയൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതേസമയം ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ ഒക്കെ കാണുന്നത് കോഡക്സ് കണ്ടോ, ഇതൊക്കെ വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അഡീനിയത്തിനാണ് ഇത്രയും വലിയ കോഡക്സ് ഉണ്ടാവുക. ഈ കോഡക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് എനർജിയും അതുപോലെ തന്നെ അതിന് വേണ്ട ന്യൂട്രിയൻസും അതുപോലെ വാട്ടറും എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചൂടുകാലത്തായാലും ഒക്കെ വെള്ളം ഇല്ലാതെ തന്നെ കുറേ ദിവസം സസ്റ്റെയിൻ ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അഡീനിയത്തിൻ്റെ കോഡക്സ് ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് വിത്ത് പാകി തന്നെ മുളപ്പിക്കണം. എന്നാൽ അഡീനിയത്തിൻ്റെ കോഡക്സ് ഇതുപോലെ നല്ല വലുപ്പത്തിൽ വരുള്ളൂ. കോഡക്സും കൂടി വരുമ്പോഴാണ് അഡീനിയം ഒരു ബോൺസായി പോലെ നിൽക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പൂക്കളില്ലെങ്കിലും ഇങ്ങനെ ബോൺസായി പോലെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് അഡീനിയം കാണാനായിട്ട്. ഇനി അഡീനിയത്തിൻ്റെ വിത്ത് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ള വിത്തുകളാണ്. ഇതിനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മൂക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഒരു നൂല് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി പൊട്ടി അതിൻ്റെ ഉള്ളിലെ വിത്തുകളൊക്കെ പറന്ന് പോകും. കാരണം അത് ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലത്തെ വിത്തുകളാണ്. അപ്പോൾ അതാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം. വിത്തുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ വിത്തുകളിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച കുറച്ച് അഡീനിയത്തിൻ്റെ തൈകളാണ് ഇവയൊക്കെ. അഡീനിയം അപ്പോൾ എല്ലാവരും വളർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.